എൻ്റെ പേര് ജോർജ്. ഞാൻ വയനാട്ടിൽ നിന്ന് കിണച്ചിറയിൽ നിന്ന് വരുന്നു. 2022 ഡിസംബർ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. എൻ്റെ 2017 ഞാൻ എൻ്റെ വയൽ കൃഷിയിൽ ചെല്ലുമ്പോൾ 2 കണ്ടം മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിച്ചിട്ടേക്കുന്ന കാണുന്നത്. ഭയങ്കര വിഷമമായിട്ട് തോന്നി. കാരണം അപ്പുറമുള്ളവരൊക്കെ ഫെൻസിങ് വലിച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഇവിടുന്ന് കിട്ടിയ ഗ്രാസിൽ നിന്ന് കിട്ടിയ ഉപ്പ് അത് എടുത്തുകൊണ്ട് പോയി വയലിൻ്റെ എല്ലാ 4 വരമ്പും എല്ലായിടത്തും വെഞ്ചരിച്ച് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനെ അത് കാവലേൽപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് പോരാൻ നോക്കുമ്പോൾ ഒരു മരത്തിൽ നിറച്ച് വെട്ടുക്കിളിയായിരിക്കുന്നത്. ഇന്നലെ മുഴുവൻ മുറിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഉടമ്പടി കെട്ടി എനിക്ക് ആ കാശ് രൂപ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി. ഇത് നോക്കുമ്പോൾ ഒരു എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം കിളികൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇത് മുഴുവൻ പറന്നു പോവുകയും ചെയ്തു. ഞാൻ വീട്ടിൽ വന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു കന്യാസ്ത്രീ ഇങ്ങനെ വയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ഈ വന്യമൃഗങ്ങൾ വരുന്ന വഴിച്ചാലിന് തന്നെ ഈ സിസ്റ്റർ ഇങ്ങനെ പോകുന്ന എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിപ്പൊടി കളറിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ വയലിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് 2022 ഡിസംബറിൻ്റെ ക്രിസ്മസിൻ്റെ തലേദിവസം തൊട്ടടുത്ത വയലിൽ ആന ഇറങ്ങി. ഒരു 10 മീറ്റർ അടുത്ത് എൻ്റെ വയലിൽ അടുത്ത് വരെ എത്തി. ആന എൻ്റെ വയലിലേക്ക് ഇറങ്ങിയില്ല. അവരുടെ കൃഷിയൊക്കെ നശിപ്പിച്ച് തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ നെല്ല് കൊയ്തു. ഞങ്ങൾ പോന്നു. താഴെയുള്ള ഫെൻസിങ് ഇട്ടുകൊണ്ട് അവൻ്റെയും കൃഷി ഞങ്ങൾ പോകുന്നതിന് ശേഷം ആ കൃഷി നശിപ്പിച്ച് കളഞ്ഞു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി 100 മേനി വിളവും തന്ന്. അപ്പോൾ ഞാൻ അന്നേരം ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് പ്രാർത്ഥിച്ചപ്പോൾ മാതാവിനോട് പറഞ്ഞു ഇതിലൊരു ഓഹരി മാതാവിനുള്ളതാണ്. അതുപോലെ വൈക്കോൽ അതും കെട്ടിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ 2 ദിവസം കൊണ്ട് എൻ്റെ വൈക്കോൽ മുഴുവൻ വിറ്റുപോയി. അതിലൊരു ഓഹരി ഞാൻ മാതാവിന് കൊണ്ട് കൊടുത്തു. ഇപ്പോൾ ഈ 2023 17 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്ന് 27 രാവിലെ ഒരു 9:30 മണി സമയത്ത് വീട് പൊളിച്ച് കോൺക്രീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കമ്പി അങ്ങ് നിവർത്തിയതാണ്. ഞാനടക്കം ഈ കട്ടർ എൻ്റെ തലേൻ്റെ അത് എത്ര എടുത്താണ് പോയേക്കണേ. ഞാനടക്കം നേരെ തലമുത്തി പോയി. ആ പോയ സമയത്ത് എൻ്റെ ഈശോയെ എൻ്റെ മാതാവേ എന്ന് ഒരൊറ്റ വിളിയാണ്. കാരണം പണിക്കാരൊക്കെ കണ്ടുകൊണ്ട് വെക്കുക 10 അടി പൊക്കത്തുനിന്ന് താഴേക്കും തലമുത്തി വരുന്ന മനുഷ്യനെ അവർ പറഞ്ഞു ഭാര്യ ഇവരൊക്കെ കണ്ടുകൊണ്ട് വെക്കുന്ന നേരെ പിടിച്ച് തിരിച്ച് കിടത്തിയെന്നാണ് പറഞ്ഞത്. എൻ്റെ തലേൻ്റെ പുറകിൽ ശകലം പൊട്ടി നടുവൊന്നും മുളച്ചിട്ടുണ്ട്. ഇവരെന്നെ താങ്ങി പിടിച്ച് എണിപ്പിച്ച് മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഞാൻ ബോധം കെടുവൊന്നും ചിലൊരു മരവിപ്പ് പോലെ. കാല് 2 എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ എണിച്ച് പതുക്കെ ഇവരെ പിടിച്ചെണിച്ച് കസേര കൊണ്ടിരുത്തി ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിലേക്ക് പോരുന്ന വഴിക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് വണ്ടി ഇങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷയല്ല വരുന്നത്. ഒരു നീല പ്രകാശത്തിൽ ഈ ഓട്ടോറിക്ഷ മൊത്തം പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അതുപോലെ എനിക്ക് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ പരിശോധിച്ചു. അപ്പോൾ എക്സ്റേ എടുക്കണം, സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്തു. ഒരു പൊട്ടലോ ഒടുവോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല. അതിനും ഈശോയ്ക്കും മാതാവിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 4-ാം തീയതി ഞാൻ വീട് പണി എടുത്തു കൊടുത്ത കുറേ പൈസ കിട്ടാണ്ടായിരുന്നു, ഒരു 90,000 രൂപ. അവരെന്നെ കബളിപ്പിക്കുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ എവിടെ നിന്ന് തന്നെ അച്ഛൻ തന്ന കാശ് രൂപ ഉണ്ടായിരുന്നു. എൻ്റെ കൃപാസനം മാതാവേന്നും പറഞ്ഞ് ഞാനൊന്ന് വിളിച്ചു. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഈ 15-ാം തീയതി ഒരു 10 മണി സമയത്ത് 10:45 സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടന് പൈസ എടുത്ത് തന്നേക്കാമെന്ന് പറഞ്ഞു. അവരെനിക്ക് ആ പൈസ എടുത്ത് തന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല ആയിരുന്നു. പക്ഷേ എനിക്ക് ഞങ്ങളുടെ വീടിങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവേ ഇതൊന്നും വാർക്കുവാൻ സാധിക്കുന്നില്ലല്ലോ പരിശുദ്ധ അമ്മയെന്ന് ഓർത്ത് ഒത്തിരി സങ്കടത്തോടെ ഞാൻ കരഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ഉണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ വഴിയിൽ നിന്ന് വീട്ടിലേക്ക് എൻ്റെ അടുത്തേക്ക് സക്രാരിയിൽ ഈശോയുടെ തിരുഹൃദയം ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. വലിയൊരു സക്രാരി, അതിനകത്ത് ഈശോയുടെ തിരുഹൃദയം എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്കിവിടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഒന്ന് ആ മാസത്തിലൊന്ന് വരണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ അന്നേരം ചേട്ടൻ്റെ ഭാര്യ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു
നീ കൃപാസനത്തിൽ വരുന്നുണ്ടോടി എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല ചേച്ചി. അപ്പം എന്നോട് പറഞ്ഞു നീ പൈസയൊന്നും നീ അറിയണ്ട, നീ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് നീ പിന്നെ ബിനോയോട് വിളിച്ച് ചോദിക്ക് സീറ്റുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ബിനോയ് പറഞ്ഞു സീറ്റെല്ലാം ബുക്കിംഗ് ആണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു സീറ്റ് എന്തായാലും മാതാവ് എനിക്ക് തന്നേ പറ്റത്തുള്ളൂ. അപ്പം 3 മണിയായപ്പോൾ ഞാൻ കരുണക്കൊന്ത ചൊല്ലി ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ എന്നെ ബിനോയി ഒരു 3:30 ആയപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഒരു സീറ്റുണ്ട്, ചേച്ചി വേഗം 5:15 പിന്നെ ബസ്സിൻ്റെ അടുത്ത് വേഗം എത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്ന് എനിക്ക് മേലെ 2ാം നിലയിൽ നിത്യാരാധന ചാപ്പലുള്ള വിവരം അതിന് മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്നോട് ചേച്ചി പറഞ്ഞു, എടി നമുക്ക് നിത്യാരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനവിടെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനാകെ തരിച്ചു പോയി. കാരണം എൻ്റെ അടുത്തേക്ക് വന്ന അതേ സക്രാരിയിൽ അതേ ഈശോയുടെ തിരുഹൃദയം ഞാൻ അവിടെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു, പരിശുദ്ധ അമ്മയും. ഞാൻ എന്താ ആയിപ്പോയെന്ന് തന്നെ എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു അനുഭവം എനിക്ക് കാണാം. പിന്നെ മാതാവിനെ ആ നീല കളർ, മാതാവിൻ്റെ ഉടുപ്പിൻ്റെ നീല കളറ്, ആ കളർ എനിക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അതുപോലെ മാതാവിനെ ഞാൻ കാണാറുണ്ട്. ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ലെങ്കിലും എനിക്കിതിവിടെ ഒരു സാക്ഷിയായിട്ട് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ അനാഥശാലയിൽ പോയി രോഗികളുടെ ഒപ്പം ഇരുന്ന് എല്ലാവർക്കും ഭക്ഷണത്തിനെല്ലാം സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക. പിന്നെ പ്രാർത്ഥന ഗ്രൂപ്പ് അയൽവാസികളുടെ അടുത്തെല്ലാം എല്ലായിടത്തും എന്നെക്കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി, കാരണം എൻ്റെ വിശ്വാസം അനുസരിച്ച് പരമാവധി ഈശോയും മാതാവുമായിട്ട് അടുത്ത് പോയി പ്രവർത്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്. അതുപോലെ തന്നെ ഞാനിപ്പം പറയാൻ വിട്ടുപോയൊരു കാര്യം, കഴിഞ്ഞ മാസം ഞാൻ ഒരു ധ്യാനത്തിന് പോയപ്പോൾ അവിടെ കൗൺസിലിങ്ങിൽ എന്ന സിസ്റ്ററിനോട് പറഞ്ഞു, ചേട്ടൻ വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെ രക്ഷിച്ചത് മാതാവിൻ്റെ കാപ്പയിൽ പൊതിഞ്ഞാണ് ചേട്ടനെ രക്ഷിച്ചത്. ചേട്ടൻ തലയും കുത്തി വന്നത്, രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ലാത്ത വീഴ്ചയാണ് ചേട്ടൻ വീണത്. മാതാവിൻ്റെ കാപ്പയിലെ ചേട്ടൻ പൊതിഞ്ഞ് വീണത്, മാതാവ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഓർമ്മയില്ലാത്ത ഒരു കാര്യം, ഒരു 13 വയസ്സുള്ളപ്പോൾ ഞാൻ മരത്തിൽ നിന്ന് വീണതാണ്. എൻ്റെ വലത്തെ ഷോൾഡറിന് ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. അതും മാതാവാണെന്നും കത്തിച്ച് ആ മാതാവ് എന്നെ ഇതെല്ലാം എനിക്ക് സൗഖ്യപ്പെടുത്തി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. നമ്മൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയിൽ വിലയിരുത്തുമ്പം പല സാക്ഷ്യങ്ങളിലെ അനുഭവങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം വരുന്നത് പോലെ നമ്മളിപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഇപ്പോൾ അവസാനം ഈ അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, എവിടെ ഒരു ധ്യാനത്തിന് ചെന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സംരക്ഷണം കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബോധ്യം അവിടുത്തെ കൗൺസിലർ സിസ്റ്റർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഉടമ്പടിയിൽ ലഭിക്കുന്ന സംരക്ഷണം ഒരു പക്ഷേ മറ്റുള്ളവർ അത് അഫേം ചെയ്യുന്നത് പോലെ ഒരുപാട് സാക്ഷ്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അപ്പം ജീവിത പങ്കാളി പറഞ്ഞ കാര്യത്തിലും അന്ന് സ്വപ്നത്തിൽ കണ്ട ദിവ്യകാരുണ്യത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ കണ്ട അതേപോലത്തെ, പക്ഷേ ഇവിടെ ഒരു ആരാധന ചാപ്പലുണ്ടെന്നുള്ള കാര്യം അറിയാതെ അന്നിവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിൽ അന്ന് കണ്ട അതേ പ്രാർത്ഥനയുടെ ആ ചാപ്പൽ ഇവിടെ കണ്ടു എന്നുള്ളതൊക്കെ പറയുന്നത് ഇത് പല സാക്ഷ്യങ്ങളിലും. അപ്പം ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവർക്ക് ഇതുപോലെ നമ്മുടെ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിറവും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അടയാളമായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെല്ലാം നോക്കിക്കാണുന്നത്. ഒപ്പം തൻ്റെ വീഴ്ചയെക്കുറിച്ചും അതിന് ശേഷം ലഭിച്ച വലിയ സൗഖ്യത്തിനെക്കുറിച്ചുമൊക്കെയാണ് ഇപ്പോൾ വ്യക്തമായിട്ട് കുടുംബം നമ്മുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനിയും ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ കുടുംബത്തിനെ പ്രതിയും ലഭിച്ച വലിയ സംരക്ഷണത്തിനെയും സൗഖ്യത്തെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.